വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ KCB മസ്റ്റൂറിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 30-നാണ്. സോ ഇതിന് അറൗണ്ട് ഒരു 70-80 ഡേയ്സിനകത്തേ ഇപ്പം നമുക്കിനി പ്രിപ്പറേഷനേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. എനിവേ, നമുക്ക് ഇന്ന് നമ്മളൊരു ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി പഠിക്കാം. അതിന് മുന്നേ നിങ്ങൾക്കൊരു സിലബസ് ഓവർവ്യൂ തരുവാണ്. അതായത് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടൊന്നും ഐഡിയ ഇല്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ട് നമുക്കൊന്ന് സിലബസ് ഓവർവ്യൂ നോക്കാം. സോ ഇതിൽ മെയിനായിട്ടും ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്, DC മെഷീൻ, ഇതിനൊക്കെ 10 മാർക്ക് ഡിവിഷൻ വെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ AC മോട്ടർ, സിംഗിൾ ആൻഡ് 3 ഫേസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്, അതുപോലെ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഇത്രയുമാണ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുവിധം ITS സ്റ്റുഡൻസിന് അതായത് അറിയാത്ത കുറേ പോർഷൻസ് ഉണ്ട് അല്ലേ. അതായത് കൂടുതലും അറിയില്ലാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊരു നല്ലൊരു അവസരവും കൂടിയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിരിക്കുകയാണ്. സോ നമുക്കൊരു കരിയർ സെറ്റാക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണിത്. സോ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് കളയരുത്. സോ നമുക്ക് ഇന്ന് ഈ ഒരു സബ്ജക്ട്സിൽ നിന്ന് ഞാൻ വയറിംഗ് എന്ന് പറയുന്നൊരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വയറിംഗ് പോർഷൻസിൻ്റെ ടോപ്പിക് ഡിസ്കഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ വയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ വീടുകളിലെ എല്ലാ വീടുകളിലും ഇപ്പം വൈദ്യുതി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വയറിംഗ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഒരു ഓവറോൾ ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിലും വേർഡ്സ് ഒന്നും ആർക്കും ഫെമിലിയർ അല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വയറിങ്ങിന് ചോദിക്കാറുണ്ട്. ഒരു 5-6 ചോദ്യങ്ങൾ, മിനിമം ഒരു 5 ചോദ്യങ്ങൾ. പക്ഷേ ഈ 5 ചോദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഒരു വയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വളരെ ഈസിയാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ലൈക്ക് AC പഠിക്കുന്ന പോലെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇക്വേഷൻസ് പഠിക്കുന്ന പോലെ ഒന്നും ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനില്ല. വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാതെ 1-2 തവണ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പ്രാവശ്യം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിലെ ക്വസ്റ്റ്യൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വിട്ട് കളയുന്നൊരു ടോപ്പിക്കാണ്, അറിയാത്ത ടോപ്പിക്കാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്ന് തെറ്റിക്കാനുള്ള സാധ്യതയുള്ള ടോപ്പിക്കാണ്. പിന്നെ ഈ വയറിംഗ് എന്ന് പറയുന്നതല്ലാണ്ട് ഈ വേർഡ്സ് ഒന്നും ആർക്കും ഫെമിലർ അല്ല. സോ അതുകൊണ്ട് തന്നെ കുറേ പേര് ഇതൊക്കെ വിട്ട് കളയും. കാരണം നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കേണ്ട എന്ന് കരുതിയിട്ട് ടോപ്പിക്ക് വിട്ട് കളയാറാണ് പതിവ്. പക്ഷേ ഏറ്റവും നല്ല രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നൊരു ഏരിയയാണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഇലക്ട്രിക് വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആക്സസറീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ? വയറിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് എന്താണ്, നമുക്കിപ്പോൾ പവർ നമ്മളെ വീടുകളിൽ ലൈറ്റായിട്ടോ ഫാനായിട്ടോ കിട്ടണമെങ്കിൽ അതിനുള്ളിൽ ഒരുപാട് വയറിംഗ് കണക്ഷൻസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റോൾ ചെയ്യണം അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റും ഫാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അതാണ് പറഞ്ഞത്. ആ ഒരു കണക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ വയറിങ്ങിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ. ആൻഡ് എന്താണ് ഒരു വയറിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? സേഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, റിലയബിൾ ഓപ്പറേഷൻ ഓഫ് അപ്ലയൻസസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്, നമുക്ക് ഷോക്കും ഫയറും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വയറിംഗ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസ്ക് ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ ഷോക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയർ ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാടാണ്. ഷോർട്ട് ചെയ്ത് പോയി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രോപ്പർ വയറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കൊരു ഗുഡ് വയറിംഗ് വേണമെങ്കിൽ മെയിൻലി സേഫ്റ്റി വേണം, പിന്നെ ഡ്യൂറബിൾ ആയിരിക്കണം അല്ലേ. ഇത്ര കാലാവധി നീണ്ടു നിൽക്കുന്ന ഒരു വയറിംഗ് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് വയറിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഫുള്ള് നമുക്ക് ആ വീട് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മാത്രമേ വയർ ചെയ്യാൻ പറ്റുള്ളൂ. റീകൺസ്ട്രക്ട്, അതായത് പൊളിച്ചടി മാറ്റണം അല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീണ്ടും വയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വയറിംഗ് എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി ഉള്ളതായിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഇക്കണോമിക്കലായിരിക്കണം. അതുപോലെ അപ്പിയറൻസ് ബേസ്, നമുക്ക് വയറിംഗ് ചെയ്ത ഒരു വീട്ടിൽ വയറിംഗ് ചെയ്തു എന്ന് തോന്നരുത്. അത്രയും നീറ്റായിട്ട് വേണം നമ്മൾ വയറിംഗ് ചെയ്യാൻ അല്ലേ. ഇപ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ നോക്കിയാൽ അറിയാം, വയറിംഗ് എന്ന് പറയുന്നത് ഈ ഭിത്തിയുടെ ആ ഒരു പുറത്തുകൂടി ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പോലും പറ്റുന്നില്ല. അത്രയും നീറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പിയറൻസ് ബേസ് നന്നായിരിക്കണം. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. പിന്നെ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, റെസിഡൻഷ്യൽ ബിൽഡിങ്സിൽ യൂസ് ചെയ്യും. വൈദ്യുതി എവിടെ ഉപയോഗിക്കും അവിടെയൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടല്ലേ. അതുപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കും, കൊമേഴ്ഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യും. നമുക്കിപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വീട്ടിൽ നമ്മൾ കാണാത്ത
ഇങ്ങനൊരു കണക്ഷൻ ഉണ്ട് അല്ലേ. നമ്മൾ വീട് നോക്കുമ്പോൾ നമുക്ക് ചുവരുകളെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അതിൻ്റെ അകത്ത് ഒരു വയറിങ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മാർക്കിങ്ങിലാണ് വയറിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആൻഡ് ഒരു ബേസിക് എന്താ പറയുന്നത്, ഒരു ഇലക്ട്രിക് ഒരു ടൂർ നടത്തുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു പവർ എൻട്രൻസ് കാണും അല്ലേ. പവർ എൻട്രൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ആയിരിക്കും മെയിനായിട്ടും എന്താണ് പവർ കണക്ട് ദ ഹോം, വീട്ടിലേക്ക് പവർ കിട്ടുന്നത് ഈ മെയിനായിട്ടുള്ള പവർ എൻട്രൻസിൽ നിന്നായിരിക്കും. അവിടെ നിന്ന് എവിടെ വരും, മെയിൻ സർവീസ് പാനലിലോട്ട് വരും അല്ലേ. സെൻട്രൽ ഹബ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് സർക്യൂട്ടിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഹബ്ബ് ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നെന്താണ് ബ്രാഞ്ച് സർക്യൂട്ടിലോട്ട് വരും. അവിടെ എന്ന് പറയുമ്പം ഓരോ ഇൻഡിവിജ്വൽ ലൈൻസ് എന്ത് ചെയ്യും, പവറിങ് ഡിഫറെൻറ്റ് ഏരിയാസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നത് ഈ വശത്തായിരിക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യും, അവരാണ് പിന്നെ ഔട്ട്ലെറ്റ്, പിന്നെ ലൈറ്റ് സ്വിച്ച് ആണെങ്കിൽ അത്, പിന്നെ ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് പോകുന്നത്. ഇത് നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി തന്നു എന്നല്ലാണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിന് ചോദിക്കില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് വീട്ടിൽ ലൈറ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തന്നു എന്നല്ലാണ്ട് ഇതൊന്നും എക്സാമിന് ഒരിക്കലും ചോദിക്കില്ല. നെക്സ്റ്റ് മെയിനായിട്ടുള്ള ടോപ്പിക്കിലോട്ട് വരാം. നമുക്ക് വയറിങ്ങിന് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ടൈപ്പ് വെച്ചിട്ട് എന്ന് വെച്ചാൽ, ഒന്ന് ക്ലീറ്റ് വയറിങ്, മറ്റൊന്ന് ബാറ്റൺ വയറിങ്, പിന്നെ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിങ്, പിന്നെ ലെഡ് ഷീറ്റ് വയറിങ്, കോൺഡ്യൂയിറ്റ് വയറിങ്. ഇത്രയുമാണ് നമുക്ക് എക്സാമിന് കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് വയറിങ്. ഈ വയറിങ് എന്താണെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ സെലക്ഷൻ ഫാക്ടേഴ്സിൽ കോസ്റ്റ് ഉണ്ട്, സേഫ്റ്റി നോക്കും, നേരത്തെ ഞാൻ പറഞ്ഞ അപ്പിയറൻസ് എല്ലാം നോക്കുന്നു, അതുപോലെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ നല്ല ഒരു വയറിങ് ചെയ്തു, അതായത് അതെല്ലാ എൻവയോൺമെൻറ്റൽ കണ്ടീഷനും ഒത്തുപോകാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് വയറിങ് വേണമെന്ന് സ്യൂട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കേരള പി സിക്ക് ചോദിച്ചൊരു പോയിൻ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കോൺഡ്യൂയിറ്റ് വയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ വയറിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വയറിംഗ് ആണ് കോൺഡ്യൂയിറ്റ് വയറിംഗ്. നമുക്ക് എന്താണ് എന്നൊക്കെ ഉള്ളത് പഠിക്കാൻ ജസ്റ്റ് ഞാൻ ഈ പറയുമ്പോൾ ആ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇത് എക്സാമിന് നിരവധി തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റ്സ് ഞാൻ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതിനുശേഷം ടോപ്പിക്ക് വരുമ്പോൾ ഞാൻ എന്തായാലും അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുന്ന ടോപ്പിക്ക് പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഓരോന്നിലേക്ക് വരാം. ആദ്യം നമുക്ക് പഠിക്കാൻ പോകുന്ന ക്ലീറ്റ് ആണ്. ക്ലീറ്റ് വയറിംഗ് എന്താണെന്നാണ് നോക്കുന്നത്. സോ ആദ്യമേ മനസ്സിലാക്കുക, നമ്മൾ ഈ വയറിംഗ് പഠിക്കുന്നതിൽ ക്ലീറ്റ് വയറിങ്ങിനെ പറയുന്നതാണ് ടെമ്പററി വയറിംഗ്. ടെമ്പററി വയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ടെമ്പററി എന്ന് പറയുന്ന വേർഡ് സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടൈപ്പ് ഓഫ് വയറിംഗ് സ്ഥിരമായിട്ട് ഒരു വീട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന വയറിംഗ് അല്ല. നമുക്ക് കുറച്ച് അതായത് ഇപ്പോൾ ഒരു എന്താണ് ഒരു ചെറിയൊരു സ്റ്റോളോ അല്ലെങ്കിൽ ഒരു എക്സിബിഷനോ എന്തെങ്കിലുമൊക്കെ ഇടുന്നെങ്കിൽ നമുക്ക് അവിടെ വയർ ചെയ്യണം, അവിടെ ലൈറ്റും ഈ പറഞ്ഞ ഫാനും ഒക്കെ നമുക്ക് വേണം. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വയർ ചെയ്തിട്ടും അല്ലേ, എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ശേഷം അത് നമുക്ക് പൊളിച്ചെടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ള വയറിങ്, അങ്ങനെ വയർ ചെയ്യുന്നതാണ് ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വയറിംഗ് ആയിരിക്കും. അപ്പോൾ ടെമ്പററി വയറിംഗ് ആണത്. സോ അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് ടെമ്പററി വയറിംഗ് എന്ന് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് അതിന് ഉത്തരം, ക്ലീറ്റ് ആണ് എപ്പോഴും നമ്മൾ ടെമ്പററി വയറിങ്ങിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ പോഴ്സലൈൻ ക്ലീറ്റുകളുണ്ട്, എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ PV ഇൻസുലേറ്റഡ് വയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റ് വയറിങ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് വീടുകളിലൊന്നും എന്താണ് വലിയ എന്താണ് ഈ പറഞ്ഞ പോലെ പൊളിച്ചിട്ടോ ഒന്നും ഒരുപാട് ലേബേഴ്സിനെ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന വയറിംഗ് സിസ്റ്റമാണിത്. അതുപോലെ ഇൻസ്റ്റലേഷൻ വൈസും വളരെ ഈസിയാണ്. പിന്നെ ഫോൾട്ട് ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ എവിടെയാണ് ഫോൾട്ട് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിത് എന്താണ് മതിൽ പൊളിച്ച് നമ്മൾ വീണ്ടും പൂശിയൊന്നും ചെയ്യുന്നതല്ല, ജസ്റ്റ് പുറത്തു കൂടി ചെയ്ത് വിടുന്നതായതുകൊണ്ട് എവിടെയാണോ ഫോൾട്ട് വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ടെത്തി റെക്ടിഫൈ ചെയ്ത് പോകാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ ഒരു വയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പം അത് കാണുന്നത് അത്ര നല്ല രീതിക്കായിരിക്കില്ല, അപ്പിയറൻസ് വൈസ് വളരെ മോശമായിരിക്കും. സോ ഇറ്റ്സ് പ്യുവർ അപ്പിയറൻസ് ആയിരിക്കും. പിന്നെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അറിയാം, അത്രത്തോളം നല്ല വയറിംഗ് സിസ്റ്റം ഒന്നും ഇട്ടിട്ടായിരിക്കില്ലല്ലോ. ക്ലീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ടെമ്പററി വയറിംഗ് എന്ന് തന്നെ പറയുന്നത്. സോ അതിൻ്റെ ഷോർട്ട് ലൈഫ് ആയിരിക്കും, അധികം നാൾ ഈട് നിൽക്കത്തില്ല. ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പെർമനൻറ്റ് ഇൻസ്റ്റലേഷൻ. നമുക്ക് പെർമനൻറ്റ് ഇൻസ്റ്റലേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വൈസ് വരുന്ന എവിടെയാണ്, ടെമ്പററി ലൈറ്റിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ അധിക നാൾ വേണ്ട, ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മൾ ചെയ്യുന്ന പർപ്പസിനാണ് നമ്മൾ ക്ലീറ്റ് ഉപയോഗിക്കുക.
കേരള പി സിക്ക് ചോദിച്ച ചോദ്യമാണത്. ക്ലീറ്റ് വയറിംഗ് ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ടെമ്പററി ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അതുകൊണ്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളത് നോക്കി മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു ക്ലീറ്റ് വയറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഒരു ചെറിയൊരു ഫോമാണ് കേട്ടോ. ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ നോക്കി, ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പുറത്തിൽ കൂടി നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് ബൾബ് കണ്ടോ, ബൾബ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ, ഇതാണ് ക്ലീറ്റ് എന്ന് പറയുന്നത്. ഇതുവഴി ഇങ്ങനെ കൊടുത്തു വിടും. വേറെ കൺസ്ട്രക്ഷൻ വൈസ് വളരെ എളുപ്പമാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇതാണ് എന്ത് പറയുന്നത്, ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീറ്റ് വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂഷ്വലി VIR ഓർ PVC കണ്ടക്ടേഴ്സ് ആണ് നമ്മളിവിടെ കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുക. സോ കണ്ടക്ടേഴ്സ് ആർ സപ്പോർട്ടഡ് ഇൻ പോർട്സ്ലൈൻ ക്ലീറ്റ്. ഈ ക്ലീറ്റിൻ്റെ അകത്ത് ഈ കണ്ടക്ടേഴ്സിനെ എടുത്ത് വെക്കും. ആൻഡ് പോർട്സ്ലൈൻ ക്ലീറ്റ് എന്ന് വെച്ചാൽ അതിനുള്ളിലാണ് ഈ കണ്ടക്ടേഴ്സിനെ വെക്കുന്നത്. ദാറ്റ് ആർ പ്ലേസ് അറ്റ്ലീസ്റ്റ് 6 mm എബവ് ദ വാൾ. നമ്മൾ ചുവരിന്ന് 6 mm മുകളിലാണ് എപ്പോഴും ഈ ക്ലീറ്റ് വെക്കുക. ആൻഡ് പോർട്സ്ലൈൻ ക്ലീറ്റ് എന്ന് പറയുന്നത് നമ്മൾ 2 പാർട്സ് ഉണ്ട് അതിന്. അതെന്താണ്, ഒന്ന് ബേസും മറ്റൊന്ന് ക്യാപ്പും. അപ്പം ലോവർ വണ്ണിന് നമ്മൾ ബേസ് എന്ന് പറയും. അതുപോലെ എന്താണ്, അതിന് തന്നെ ഗ്രൂവ്സ് ഉണ്ട്, 2-3 ഗ്രൂവ്സ് എന്ന് വെച്ചാൽ ആ ഒരു ഹോളില്ലേ, അത് തന്നെ ഗ്രൂവ്സ് എന്ന് പറയുന്നത്. അക്കോമഡേഷൻ ഓഫ് അതുവഴിയാണ് കണ്ടക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നത്, കടത്തി വിടുന്നത്. അപ്പർ വണ്ണിനെയാണ് നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് ക്യാപ്പ്, എന്താണ് ബേസ് എന്നുള്ളത്. ഒരു ബേസിക് സ്ട്രക്ചറാണ് കേട്ടോ. ഇതാണ് ക്ലീറ്റിൻ്റെ ഒരു ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ബാറ്റൺ വയറിംഗ് നോക്കാം. ബാറ്റൺ വയറിംഗ് എന്ന് പറയുന്നത് ഇൻ വിച്ച് കേബിൾസ് ആർ ഫിക്സ്ഡ് ഓൺ വുഡൻ ബാറ്റൺസ്. ഇവിടെ കേബിൾസ് നമ്മൾ എവിടെ കടത്തി വിടുന്നത്, വുഡൻ ബാറ്റണിലാണ് നമ്മൾ കടത്തി വിടുന്നത്. വുഡൻ ബാറ്റണിൽ അതെന്താണെന്ന് നമുക്ക് പറയാം. അത് ക്ലിപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, കേബിളിനെ നമ്മൾ വുഡൻ ബാറ്റൺസിൽ കടത്തി വിടും. മെയിനായിട്ട് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് TRS കേബിളാണ്, മറ്റൊന്ന് വുഡൻ ബാറ്റൺ ആണ്. പിന്നെ എന്താണ്, ബ്രാസിൻ്റെ ക്ലിപ്പുകൾ ഉപയോഗിക്കും. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റലേഷൻ വൈസ് വളരെ സിമ്പിളാണ്, അതുപോലെ അപ്പിയറൻസ് വൈസ് നല്ലതാണ്. കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡം പ്ലേസസിലൊന്നും ഇത് യൂസ് ചെയ്യാനുള്ള അനുമതിയില്ല, പെട്ടെന്ന് ചീത്തയായി പോവും. അതുപോലെ പ്രൊട്ടക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് പ്രൊട്ടക്ഷനേ ഉള്ളൂ. അതും അപ്പോൾ അത്ര നല്ലൊരു സേഫ് വയറിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല ബാറ്റിനും. അതിനും പരിമിതികളുണ്ട്, അതായത് എല്ലാ സാഹചര്യങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റില്ല ബാറ്റൻ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട് ബാറ്റൻ, ചെറിയ ഓഫീസസിലൊക്കെ യൂസ് ചെയ്യാം. അപ്പം TRS ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത് TRS കേബിൾ ഉപയോഗിക്കുന്നത് ഏത് വയറിങ്ങിലാണെന്നാണ്. TRS കേബിൾ ഉപയോഗിക്കുന്നത് ബാറ്റൺ വയറിങ്ങിലാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏതാണ് TRS കേബിൾ, ടൈപ്പ് ഓഫ് കേബിളാണ് TRS കേബിൾ. എന്താണ് ടഫ് റബ്ബർ ഷീറ്റ്, അതിൻ്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ടഫ് റബ്ബർ ഷീറ്റ് എന്താണ്, വയറിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, TRS എന്ന് പറയുന്നത് കേട്ടോ. TRS എന്ന് വെച്ചാൽ ടഫ് റബ്ബർ ഷീറ്റ്. ഫുൾ ഫോമൊക്കെ നമുക്ക് നോക്കാം, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബാറ്റൺ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന കേബിളാണ് TRS കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാറ്റൺ കേട്ടോ. ഇത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ബാറ്റൺ എന്ന് പറയുക. ഇത് കേബിളാണ്. കേബിൾ ഇങ്ങനെ കടന്നു പോകും. വുഡൻ ഞാൻ പറഞ്ഞല്ലോ, വുഡൻ ബാറ്റൺ ആണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കേബിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇവിടെ സപ്ലൈ ഉണ്ടായിരിക്കും, മുകളിൽ ചെറിയ ക്ലിപ്പുകളും ഉണ്ടായിരിക്കും. ഇത് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. അപ്പോൾ നേരെ പറഞ്ഞാൽ നമുക്കത് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെയാണ് പഴയൊരു ഓൾഡ് വയറിംഗ് സിസ്റ്റമാണ് ബാറ്റൺ വയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മളത് പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് TRS കേബിൾസ് ആർ റൺ ഓൺ വെൽ സീസൺഡ് ആൻഡ് സ്ട്രെയിറ്റ് ടേക്ക് വുഡ് ബാറ്റൺ വിത്ത് അറ്റ്ലീസ്റ്റ് അറ്റ് എ തിക്നെസ് ഓഫ് 10 mm. ഒരു 10 mm തിക്നെസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടേക്ക് വുഡ് ബാറ്റൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, TRS കേബിളിനെ കടത്തിവിടും. ഇതുവഴി ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, അപ്പോൾ കേബിൾസ് ആർ ഹെൽഡ് ഓൺ ദി വുഡൻ ബാറ്റൺ ബൈ മീൻസ് ഓഫ് എ ടിൻ ബ്രാസ് ലിങ്ക് ക്ലിപ്സ്. എന്നിട്ട് നമ്മളിവിടെ ക്ലിപ്പുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും, വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടി കടിപ്പിച്ച് കയറി പോകും. ഇതാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു മീൻസ് കേബിൾസ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബക്കിൾ ക്ലിപ്പ് എന്ന് തന്നെ പറയുന്നത്. ഓൾറെഡി ഫിക്സ്ഡ് ഓൺ ദ ബാറ്റൺ വിത്ത് ബ്രാസ് പിൻസ് ആൻഡ് സ്പേസ് അറ്റ് ഇൻ്റർവെൽ ഓഫ് എത്ര, ഒരു 10 cm ആണ് അതിൻ്റെ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റൺ എന്ന് പറയുന്നത് 50 cm വെർട്ടിക്കൽ റണ്ണുമാണ്. ഹൊറിസോണ്ടൽ റണ്ണ് ഒരു 10 cm, വെർട്ടിക്കൽ റണ്ണ് 50 cm. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എക്സാമിന് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതിലുപയോഗിക്കുന്ന കേബിൾ ഏതാണ്, TRS കേബിൾ കേട്ടോ. പിന്നെ സിംഗിൾ കോറും ഡബിൾ കോർ 3 കോർ എന്ന് പറഞ്ഞിട്ട് വിത്ത് സർക്കുലർ ഓവൽ ഷേപ്പ് കേബിൾസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും പ്രിഫർ ചെയ്യുന്നത് സിംഗിൾ കോർ ആയിരിക്കും. TRS കേബിളിൻ്റെ ഒരു പ്രത്യേകത, ഇത് കെമിക്കൽ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, സ്റ്റീം പ്രൂഫാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ടഫ് റബ്ബർ ഷീറ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തുണ്ട്,
ഈ ഒരു ഇതിനുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല പാറ്റേൺ വയറിംഗ് ഇപ്പം അധികം യൂസ് ചെയ്യുന്നില്ല. അത് ഓൾഡ് വയറിംഗ് സിസ്റ്റമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി മറ്റൊരു വയറിംഗ് സിസ്റ്റത്തിലേക്ക് പോവാം. ഈ വയറിംഗ് സിസ്റ്റത്തിൻ്റെ പേര് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ് എന്നാണ്. സോ എന്താണ്, വിച്ച് ആർ കണ്ടക്ടേഴ്സ് ആർ പ്ലേസ് ഇൻസൈഡ് ഗ്രൂവ്സ് ഓഫ് വുഡൻ അല്ലെങ്കിൽ PVC കേസിംഗ്. ഒരു കേസിങ്ങിൻ്റെ അകത്ത് വെച്ചിട്ട്, കേസിംഗ് എന്ന് പറയുന്ന ഒരു ബോക്സ് പോലെ ചിന്തിച്ചാൽ മതി. അതിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ടേഴ്സിനെ എടുത്ത് വെക്കും. എന്നിട്ട് നമ്മളതങ്ങ് അടച്ചു വെക്കും. എന്നിട്ട് ക്യാപ്പിംഗ് വെച്ച് പൊതിഞ്ഞ് വെക്കും. ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് വയറിംഗ് വെച്ച് അടച്ചു വെക്കുന്നൊരു രീതി. അത് കാണാൻ നല്ല ഗുഡ് അഡ്വാൻറ്റേജ്, നല്ലൊരു ഗുഡ് അപ്പിയറൻസ് ഒക്കെ കാണും. അപ്പോൾ പെട്ടെന്ന് ഈസി ഇൻസ്പെക്ഷനും പറ്റും അല്ലേ, അതുപോലെ ഈസി എക്സ്പാൻഷനും പറ്റും. പെട്ടെന്ന് നോക്കാൻ പറ്റും എവിടെയാണ് ഫോൾട്ട് എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജിൽ വരുമ്പം ഇത് മോയ്സ്ചർ എഫക്റ്റ് ചെയ്യും ഇതിന്. അതുപോലെ പെട്ടെന്ന് മെയിൻ്റനൻസ് ഇഷ്യൂസ് കാണിക്കും. അപ്പോൾ നമ്മളിപ്പം അധികം യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ് അല്ല. അത് പ്രിഫർ ചെയ്യാത്തത് ഇതുപോലെയുള്ള ഇഷ്യൂസ് അതിനുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് PVCയുടെ കോൺഡ്യൂറ്റ് സിസ്റ്റമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഈ കേസിംഗ് ക്യാപ്പിംഗ് വയറിംഗ് ഇതാണ്. കേസിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ക്യാപ്പിംഗ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അത് എന്താണ് സൂപ്പർവൈസ് എന്ന് പറയും, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്രൂവ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഒരു ഐഡിയ. ഇങ്ങനെയാണ് ഏകദേശം ഇരിക്കുന്നത്. അപ്പോൾ വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, കേസിംഗ് കൺസിസ്റ്റ് ഓഫ് ഒരു V-ഷേപ്ഡ് ഗ്രൂ ഉണ്ടായിരിക്കും ആൻഡ് യൂഷ്വലി ടു ഹോൾഡ് ദ കേബിൾ ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ഇൻ ഡിഫറെൻറ്റ് ഗ്രൂവ്സ്. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് കേസിംഗ്. കണ്ടോ, ഇതിനുള്ളിൽ ഞാൻ കേബിളിനെ ഇങ്ങനെ കടത്തി വിടും. എന്നിട്ട് ഞാനിതങ്ങ് അടയ്ക്കും. നോക്കുമ്പോൾ വളരെ കാണാൻ നല്ല നീറ്റായിരിക്കും അല്ലേ. ഇതാണ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്. ദ കേബിൾ യൂസ് ഇൻ ടൈപ്പ് ഓഫ് വയറിംഗ് എനി ഗ്രൂഡ് ഇൻസുലേറ്റഡ് കേബിൾ. വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും, അടച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. സോ ഇതും അധികം ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, വേണ്ടിയിട്ട് കോണ്ടിറ്റ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലെഡ് ഷീറ്റ് വയറിംഗ് ആണ്. ലെഡ് ഷീറ്റ് വയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, വയറിംഗ് സിസ്റ്റം നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, VIR ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻലി കവേർഡ് വിത്ത് ലെഡ് അലോയ് ഷീറ്റ്. അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ളത് VIR ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ് ഷീറ്റ് വയറിംഗ് യൂസ് ചെയ്യുന്നത്. സോ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ, അതാണ് VIR എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്താണ്, മോയ്സ്ചർ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ, പെട്ടെന്ന് മോയ്സ്ചർ ഇഷ്യൂസ് ഒന്നും വരില്ല ആൻഡ് ലോങ് ലൈഫാണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ഇത് എളുപ്പത്തിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, എക്സ്പെൻസീവാണ്, എർത്തിങ് വേണം ആൻഡ് ഇത് നമുക്ക് ഡാം ലൊക്കേഷൻസിലൊക്കെ ഉപയോഗിക്കാം. കാരണം മോയ്സ്ചർ ഇഷ്യൂ ഇവിടെ ഇല്ല. അപ്പോൾ മോയ്സ്ചർ ഇഷ്യൂ കുറവുള്ളത് കൊണ്ട് ലെഡ് ഷീറ്റ് വയറിംഗ് നമുക്ക് ഡാമ്പായിട്ടുള്ള ചതുപ്പ് നിലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഒരു പ്രശ്നമുള്ളത്, ലെഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്റ്റ് ബി എർത്ത് ചെയ്തിരിക്കണം. ഇഫക്റ്റീവ്ലി എർത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇത് നശിച്ചു. അപ്പോൾ അതൊരു മെയിൻ പ്രശ്നമാണ്. സോ ലെഡ് ഷീറ്റിന് ഇങ്ങനെ ചോദിക്കാം. മെയിനായിട്ടും അത് ഡാം പ്ലേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഏതാണ്, ഈ പറഞ്ഞ ലെഡ് ഷീറ്റാണ്. അതൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ VIR ഇൻസുലേറ്റഡ് കേബിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ കടത്തി വിടുന്ന കേബിള്. പക്ഷേ അധികം ലൈഫ് എക്സ്പെൻസീവ് ഉണ്ടെങ്കിലും പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഇതിന് എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ലെഡ് ഷീറ്റ് കേബിൾ എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടായിരിക്കും. ഈ കേബിളിനുള്ളിൽ ഇങ്ങനെ വയറിങ്ങനെ കടത്തി വിട്ടിരിക്കും. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഈ രീതി. ഇതാണ് ലെഡ് ഷീറ്റ് വയറിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പണ്ടത്തെ വീടുകളിൽ ഈ ചോരിലൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെയാണ് ലെഡ് ഷീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. കേബിൾ കൂടിയാണ് എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. പുറത്തുനിന്ന് എന്ത് ചെയ്തില്ല ഉണ്ടാവില്ല, ഒരു വയറിംഗ് ഒന്നും ഉണ്ടാവും, മൊത്തം കേബിളിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം അതിൻ്റെ ഗുണം എന്താണ്, ഈ പറഞ്ഞ പോലെ ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. കാരണം കേബിളിൻ്റെ അകത്താണ് ഫുൾ വയറിംഗ്, ഫുള്ളൊരു നമ്മൾ പണ്ടത്തെ ഇപ്പോൾ പണ്ട് കേബിൾ TV ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കാണുന്ന വയറിംഗ് ഇല്ലേ, ജസ്റ്റ് ഓർമ്മിക്കാൻ പറയുന്നതാണ്. കേബിൾ TV കണക്ഷനൊക്കെ ഉള്ളൊരു അതുപോലത്തെ ഒരു വയറിംഗ് തന്നെ, ജസ്റ്റ് അങ്ങനെ കടത്തി വിടും. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് വയറിംഗ് സിസ്റ്റമാണ് കോൺഡ്യൂറ്റ് വയറിംഗ്. കോൺഡ്യൂറ്റ് വയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ വയറിംഗ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നത്. വെയർ കണ്ടക്ടേഴ്സ് ആർ ഡ്രോൺ ത്രൂ PVC ഓർ മെറ്റൽ കോൺഡ്യൂട്ട്സ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ കോൺഡ്യൂറ്റ് വയറിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു PVC വയറിൻ്റെ അകത്തേക്ക് PVC കണ്ടക്ടർ എടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ വീട് പണിയൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ, അതായത് ഈ ഒരു പൈപ്പിൻ്റെ അകത്ത് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വയറിനെ കടത്തി വിടുന്നത്. അതിനുശേഷം നമ്മൾ ഫുൾ കഴിഞ്ഞിട്ട് നമ്മൾ പൂശി വൃത്തിയാക്കി നീറ്റാക്കി വെക്കും. ഇതാണ് PVC കോൺഡ്യൂറ്റ് വയറിംഗ്. സ്റ്റീലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കോൺഡ്യൂറ്റിൽ തന്നെ നമുക്ക് സർഫസ് കോൺഡ്യൂട്ടും കൺസീൽഡ് കോൺഡ്യൂട്ട് രണ്ട് തന്നെയാണ്. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്, തെറ്റിക്കാറുമുണ്ട്. കൺസീൽഡ് എന്ന് സർഫസ് ഒന്നും കാണാതെ ആൻസർ കോൺഡ്യൂട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അതായത് രണ്ട് തന്നെയാണ്, രണ്ട് ടൈപ്പാണ്. അത് വല്ല വ്യത്യാസമുണ്ട്, അത് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ വൈസ് പെട്ടെന്നൊന്നും ചീത്തയാവുന്നതല്ല. അതുപോലെ ഫയർ റെസിസ്റ്റൻ്റ് ആണ്.
പിന്നെ ലോങ് ലൈഫ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എളുപ്പത്തിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഭിത്തി പൊളിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യമേ ഇതിന് വേണ്ടിയിട്ട് വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭിത്തിയിൽ ഈ മാർക്കൊക്കെ ചെയ്ത്, അതായത് ലേബർ കോസ്റ്റൊക്കെ ഒത്തിരി ആവും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഇതിന് എന്താണ് ഒരു തവണ പൈസ ആവും, എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നീറ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. ഓക്കെ, സോ പക്ഷേ കോൺഡ്യൂറ്റ് വയറിംഗ് ആണ് ഏറ്റവും സേഫസ്റ്റ് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വയറിംഗ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു പടം. ഏകദേശം ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കുമല്ലോ കോൺഡ്യൂറ്റ് വയറിംഗ്. കോൺഡ്യൂറ്റ് വയറിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴത്തെ വീഡിയോകളിലെല്ലാം കോൺഡ്യൂറ്റ് വയറിംഗ് തന്നെയാണ്. സോ ഇത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ഇതിൽ തന്നെ സർഫസ് കോൺഡ്യൂറ്റ് വയറിംഗ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സർഫസ് കോൺഡ്യൂറ്റ് വയറിംഗ് അല്ല, ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് സർഫസ് അല്ലല്ലോ. നോക്കിയേ, കോൺഡ്യൂറ്റ് പൈപ്പ്സ് ആർ മൗണ്ടഡ് ഡയറക്ട്ലി ഓൺ വാൾ സർഫസ്. നമുക്ക് വേണമെങ്കിൽ വാളിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺഡ്യൂറ്റ് വയറിംഗ് കൊടുക്കാം. അതാണ് സർഫസ് കോൺഡ്യൂറ്റ് വയറിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ പറഞ്ഞത് തന്നെ നമുക്ക് പൈപ്പ് സിസ്റ്റം തന്നെ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഭിത്തിക്ക് പുറത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അതാണ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോൾട്ടോ എന്തെങ്കിലും വന്നാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ മെയിൻലി ഫാക്ടറീസും നമുക്ക് ഈ പറഞ്ഞ വർക്ക്ഷോപ്സിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല അപ്പിയറൻസ് ഉണ്ടാവില്ല കാണാനായിട്ട്. സോ സർഫസ് കോൺഡ്യൂറ്റ് വയറിംഗ് ഈസ് പ്രിഫേർഡ് ബൈ മോഡിഫിക്കേഷൻസ് ആർ ഫ്രീക്വൻസ്. അപ്പോൾ സർഫസ് കോൺഡ്യൂറ്റ് വയറിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് മോഡിഫിക്കേഷൻസ് ഒത്തിരി വേണം എന്നുള്ള ആവശ്യങ്ങളാണ്. അത് നമുക്ക് പെട്ടെന്ന് മോഡിഫിക്കേഷൻ വരുത്തണം. ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും കൂടുതൽ അറ്റാച്ച് ചെയ്ത് വിടണം, അല്ലെങ്കിൽ എനിക്ക് മാറ്റണം എന്നൊക്കെയുള്ള ആവശ്യക്കാർ ഇടയ്ക്കിടയ്ക്ക് പൊളിച്ച് മാറ്റാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർഫസ് മതി. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് മാറ്റി ഈ പറഞ്ഞ എല്ലാ ഐഡിയാസും ചെയ്ത് വീണ്ടും ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് സർഫസ് നല്ലതെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു അപ്പിയറൻസ് വൈസ് നല്ലതായിരിക്കില്ല, ഗുഡ് ലുക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. കാരണം പുറത്തിങ്ങനെ വയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു കാണുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ട്. അത് സർഫസ് കോൺഡ്യൂറ്റ് വയറിങ്ങിന് ഉള്ള കാര്യമാണ്. സോ ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, വീടിൻ്റെ പുറത്ത് കൂടി നമ്മളിങ്ങനെ ബോക്സൊക്കെ കൊടുത്തിട്ട് ഈ ഒരു എല്ലാ വീട്ടിലും ചെയ്തിട്ടുണ്ടായിരിക്കാം സർഫസ് കോൺഡ്യൂറ്റ് വയറിങ്. ചില വീടുകളിലും കണ്ടോ. ഇത് മെറ്റാലിക്കാണ്, നമ്മൾ PVC അല്ല, ഇത് PVC, നമ്മൾ പൈപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് പൈപ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ മെറ്റൽ യൂസ് ചെയ്യാം. ഈ മെറ്റൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയറിനെ പാസ് ചെയ്ത് വിടാനായിട്ട് പറ്റും. ഇനി കൺസീൽഡ് നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളതാണ്. അതെന്താണ് ചെയ്യുന്നത്, കോൺഡ്യൂട്ട്സ് എന്ത് ചെയ്യും, ചുവരിന് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ചെയ്ത് വെച്ചിട്ട് അതിന് മുന്നിൽ പ്ലാസ്റ്റർ ചെയ്ത് നീറ്റായിട്ട് ഹോളി എല്ലാം മറച്ച് വളരെ നീറ്റായിട്ട് വെക്കുന്ന രീതിയാണ് കൺസീൽഡ്. ആ വേർഡ് കൺസീൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിഞ്ഞ് വെക്കുക എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. സോ ബെസ്റ്റ് അപ്പിയറൻസ് ആണ്, സേഫ് ഓപ്പറേഷനാണ്, ലോങ് ലൈഫാണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഡിഫിക്കൽട്ട് ഫോൾട്ട് ട്രേസിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോൾട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ മാത്രമേ, ഒരു ബൾബോ എന്തെങ്കിലും പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോൾ എന്തെങ്കിലും ഓഫ് ചെയ്ത് പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ റീവയർ കണ്ടിട്ടില്ലേ, അപ്പോൾ റീവയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹെവി പൈസ വേണമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ. കാരണം എന്താണ്, നമുക്ക് പെട്ടെന്ന് റീവയർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. വളരെ എക്സ്പെൻസീവാണ്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ മോഡേൺ ഹോംസിൽ യൂസ് ചെയ്യുന്നതാണ്, ഓഫീസസിൽ യൂസ് ചെയ്യുന്നതാണ്. സോ കൺസീൽഡ് വയറിംഗ് പ്രൊവൈഡ്സ് സുപ്പീരിയർ എസ്തെറ്റിക്സ്. നമുക്കൊരു നല്ലൊരു എസ്തെറ്റിക് അപ്പിയറൻസ് നമുക്ക് ആര് തരും, ഈ പറഞ്ഞ കൺസീൽഡ് കോൺഡ്യൂറ്റ് വയറിംഗ് തരും. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാ വീടുകളിലും കണ്ടിട്ടുള്ളതാണ്, വീട് പണി നടക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് കൂടി ഇങ്ങനെ കടന്നു പോകുന്ന പൈപ്പ് കടന്നു പോകുന്ന രീതി. എന്നിട്ട് അവസാനം നമ്മളിതെല്ലാം പ്ലാസ്റ്റർ ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും. നമുക്കിനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. മെയിൻ എന്ന് പറയുമ്പോൾ ക്ലീറ്റ് ഉണ്ട്, കേസിംഗ് ഉണ്ട്, ബാറ്റൺ ഉണ്ട്, കോൺഡ്യൂറ്റ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ് നല്ല ലൈഫ് എന്ന് പറയുന്നത്, കോൺഡ്യൂറ്റ്. ഏറ്റവും ലീസ്റ്റ് ക്ലീറ്റാണ് അല്ലേ. കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും കുറവ് ക്ലീറ്റിന് തന്നെയാണ്, ഹയസ്റ്റ് വരുന്നത് കോൺഡ്യൂറ്റിന് തന്നെയാണ്. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ നോക്കിയാൽ ഒട്ടും തന്നെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ആളാണ് ക്ലീറ്റ്. പക്ഷേ കോൺഡ്യൂറ്റ് ആണെങ്കിൽ വെരി ഗുഡാണ്. ഫയർ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ, ഇല്ല, ഇവിടെയും ഇല്ല, ഗുഡാണ് കേസിങ്ങിനും ബാറ്റനും അല്ലേ. ഇൻസ്റ്റലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ക്ലീറ്റ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം, കോൺഡ്യൂറ്റ് ഡിഫിക്കൽട്ടാണ്. ബാറ്റന് ഈസിയായിട്ട് നിർമ്മിക്കാം. ഇൻസ്പെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. പക്ഷേ ഇത് കോൺഡ്യൂറ്റ് ആയതിൻ്റെ അകത്തല്ലേ വെച്ചിരിക്കുന്നത്, എളുപ്പത്തിൽ ഇൻസ്പെക്ഷൻ നടക്കില്ല. റിപ്പയർ നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടാണ് അല്ലേ. ഇത് നമുക്ക് ഈസി എന്ത് ചെയ്യാൻ പറ്റും, റിപ്പയർ ചെയ്യാം. പോപ്പുലാരിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്ന കോൺഡ്യൂറ്റാണ്. ആൻഡ് ടൈപ്പ് ഓഫ് സ്കിൽ നോക്കുകയാണെങ്കിൽ ഹൈലി സ്കിൽഡ് കോൺഡ്യൂറ്റാണ്. ബാറ്റൺ ഒരു സെമി സ്കിൽഡ് എന്നേ പറയാൻ പറ്റൂ. കേസിങ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡ്. അപ്പം
ഏറ്റവും നല്ലത് ഇപ്പോൾ ഇത്രയും നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായി കോൺഡ്യൂറ്റ് ആണ് ബെറ്റർ എന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ആരെ തന്നെയാണ്, കോൺഡ്യൂറ്റിനെ തന്നെയാണ്. സോ നമ്മളിപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ടോപ്പിക്സും ഒക്കെ കടന്നു പോയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഒരു എക്സാം പ്രിപ്പറേഷന് ഇതിനേക്കാളും കുറച്ചും കൂടി വാസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ എവിഡൻസ് അക്കാഡമിയിൽ ഒരു 85 ഡേയ്സ് ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. സോ ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് തരുന്നുണ്ട്. അതായത് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, അതുപോലെ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, ആൻഡ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്റ്റഡി കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഏണസ്റ്റ് അക്കാഡമി നൽകുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ആൻഡ് അല്ലെങ്കിൽ ഈ പാസ് ചെയ്ത് പോകുന്ന നമ്പർ നോക്കി വിളിക്കാവുന്നതാണ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഓഫീസിൽ. അവർ ഉറപ്പായിട്ടും നമുക്ക് എന്താണ് ഡൗട്ട്സ്, അതായത് ഈ എക്സാമിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ആഫ്റ്റർ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നമുക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുവാണ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.